കാസർഗോഡ് KM ഷാജി UDF സ്ഥാനാർത്ഥി. ഷാജിയുടെ സ്ഥാനാർത്ഥിത്വം മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു എന്നീ തരത്തിലുള്ള പ്രചരണം കാസർഗോട്ടെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ വ്യാപകമാണ്. എൻ്റെ അറിവിൽ മുസ്ലിം ലീഗിൻ്റെ ഏതൊരു വിഷയത്തിലായാലും അതിൻ്റെ അന്തിമ വാക്ക് എന്ന് പറയുന്നത് പാണക്കാട്ടെ തങ്ങളാണ്. പാണക്കാട്ടെ തങ്ങൾ ഇതുവരെ കാസർകോട്ടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ KM ഷാജിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. എന്നിട്ടും ചില ആളുകൾ പാണക്കാട്ടെ തങ്ങളുടെ വാക്ക് മറികടന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. ഈ ചില ആളുകൾ എന്ന് പറയുന്നത് കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട ആളുകളോ ജില്ലയിലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളോ ഒന്നുമല്ല, പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ചില യുവ നേതാക്കളാണ്. അവർ KM ഷാജിയുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. അതല്ല എങ്കിൽ അവർക്ക് ചില വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. ഏതായാലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമാകുമ്പോൾ കാസർകോട്ടെ വോട്ടർമാരും വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. എന്താണ് ആശങ്ക എന്ന് ചോദിച്ചാൽ പലരും കരുതുന്നത് KM ഷാജി കാസർകോട്ടെ MLA ആയാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കല്യാണത്തിന് വിളിച്ചാൽ അദ്ദേഹം വരില്ല, ഏതെങ്കിലും ചെറിയ കട ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അദ്ദേഹം വരില്ല, എന്തിനേറെ ഒരു JC പ്രകാശനത്തിന് പോലും വിളിച്ചാൽ KM ഷാജിയെ കിട്ടില്ല, KM ഷാജി വരില്ല എന്ന തരത്തിലുള്ള ആശങ്കകൾ കാസർകോട്ടെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ശരിയാണ്, KM ഷാജി എന്ന് പറയുന്നത് വലിയ വേദികൾ കൈകാര്യം ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നേതാവ് കൂടി ആയതിനാൽ അദ്ദേഹം ഇത്തരം ചെറിയ പരിപാടികൾക്ക് വരില്ലായിരിക്കാം. പക്ഷേ കാസർകോട്ടെ ആശങ്ക എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു MLA എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകുന്ന ആൾ എന്നത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ കാസർകോട്ടെ ആശങ്കയും ഇതല്ല. കാസർകോട്ടെ ആശങ്ക എന്ന് പറയുന്നത് കാസർകോട്ടെ രാഷ്ട്രീയ സമവാക്യമാണ്. നമുക്കറിയാം കാസർഗോഡ് UDF എങ്ങനെയാണ് വിജയിക്കുന്നത്. BJP രണ്ടാം സ്ഥാനത്തുള്ളതിനാൽ തന്നെ BJP അധികാരത്തിലെത്തുന്നത് തടയാൻ വേണ്ടി കാസർകോട്ടെ ഇടത് അനുകൂല വോട്ടുകൾ UDFിൽ എത്താറുണ്ട്, നിഷ്പക്ഷ വോട്ടുകൾ UDF പെട്ടിയിലെത്താറുണ്ട്, സമസ്തയുടെ ഇരു വിഭാഗങ്ങളും UDFിന് അനുകൂലമായി വോട്ട് ചെയ്യാറുണ്ട്. കൂടാതെ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ ഭേദമന്യേ പല ആളുകളും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. അതായത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ, എൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹം വിജയിച്ച MLA ആവട്ടെ എന്ന് കരുതി ചില ആളുകൾ വോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ KM ഷാജി ഇവിടേക്ക് മത്സരിക്കാൻ വന്നാൽ ഈ ഘടകങ്ങളൊന്നും KM ഷാജിക്ക് അനുകൂലമാവില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം KM ഷാജിയുടെ നാവ് തന്നെയാണ്. KM ഷാജിയുടെ പ്രസംഗങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം KM ഷാജി കടുത്ത ഇടത് വിരുദ്ധനാണ്. കടുത്ത ഇടത് വിരുദ്ധനായ KM ഷാജി കാസർഗോഡ് മത്സരിക്കാൻ എത്തിയാൽ കാസർഗോഡ് കാലാകാലങ്ങളായി UDFിന് വോട്ട് ചെയ്യുന്ന ഇടത് അനുകൂല വോട്ടുകൾ ഇത്തവണ UDFിന് വരും എന്നുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടോ? രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സമസ്ത ഇരു വിഭാഗങ്ങൾക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവല്ല KM ഷാജി. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് SKSFിൻ്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഉദവി ഒരു പരോക്ഷ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. പ്രസ്ഥാനത്തെയും നേതാക്കളെയും ഇകഴ്ത്തുന്ന നേതാക്കൾ കാസർഗോഡ് മത്സരിക്കാൻ വരേണ്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് KM ഷാജിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു. അത് പരോക്ഷമായിട്ടാണ് എങ്കിൽ പോലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇർഷാദ് ഉദവിക്ക് നിരവധി ആളുകൾ പിന്തുണയർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് SK വിഭാഗത്തിന് മാത്രമല്ല, സമസ്തയുടെ ഇരു വിഭാഗം ആളുകൾക്കും യാതൊരു വശാലും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ല KM ഷാജി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ടുള്ള ഒരു സ്വീകാര്യതയും KM ഷാജിക്ക് ലഭിക്കില്ല. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ടിടാം എന്ന് പറയുന്നുള്ള പ്രാദേശിക വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കില്ല, നിഷ്പക്ഷ വോട്ടുകളും കിട്ടാൻ സാധ്യതയില്ല. ഈ ഒരു സാഹചര്യം വന്നാൽ KM ഷാജി കാസർഗോഡിൽ നിന്ന് മത്സരിച്ചാൽ UDF പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാസർകോട്ടെ ജനങ്ങളുടെ വലിയൊരു ആശങ്ക. UDF പരാജയപ്പെടുന്നു എന്നതിനേക്കാൾ വലിയ ആശങ്ക UDF പരാജയപ്പെട്ടാൽ വിജയിക്കുക BJP ആയിരിക്കും. BJP കാസർഗോഡ് ഒരു പ്രാവശ്യം അധികാരത്തിലേക്ക് വന്നാൽ പിന്നീട് അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഈ ജേർണലിസം പഠിക്കുന്ന മാധ്യമ വിദ്യാർത്ഥികൾ, ഈ ഗ്രൗണ്ട് ലെവലിലൊക്കെ സ്റ്റഡി ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു നോക്കുക, കാസർഗോഡ് KM ഷാജിക്ക് അനുകൂല തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ലെവൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്ന ഒരു ഘടകമാണ് മുസ്ലിം ലീഗിന് ശക്തമായ പഞ്ചായത്തുകളിൽ പോലും KM ഷാജി മത്സരിക്കുന്നതിനോട് ചില ആളുകൾക്ക് അസ്വീകാര്യതയുണ്ട്, ചില ആളുകൾ
ആളുകൾക്ക് അതൃപ്തിയുണ്ട് എന്നുള്ളത്. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയും താഴെ കമൻറ്റുകളായി കെ എം ഷാജി മത്സരിക്കരുത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് പല ആളുകളും പങ്കുവെക്കുന്നത്. ഇതൊന്നും കെ എം ഷാജിയോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടുണ്ടാകുന്ന കമൻറ്റുകളോ അഭിപ്രായങ്ങളോ ഒന്നുമല്ല. മറിച്ച് കാസർകോട്ടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ എം ഷാജി കാസർകോട്ടേക്ക് മത്സരിക്കാൻ വന്നാൽ അത് UDFന്റെ പരാജയത്തിന് കാരണമാകും എന്നതിലുപരി അത് BJPക്ക് വഴിയൊരുക്കും എന്നുള്ളത് തന്നെയാണ്. എൻ്റെ അറിവിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 ഇടങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുക. ഇനി 26 മുസ്ലിം ലീഗ് വിജയിച്ചാൽ കാസർഗോഡ് കെ എം ഷാജിയെ നിർത്തി മുസ്ലിം ലീഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും ശോഭ ആ പരാജയം കെടുത്തുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കാസർഗോഡ് UDF വിജയിച്ചില്ല എങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ പോലെ ഇവിടെ വിജയിക്കുക LDF ആയിരിക്കില്ല, BJP ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡുകാർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുമ്പോൾ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നത്. കെ എം ഷാജി കാസർഗോഡ് മത്സരിക്കുന്നത് കാസർകോട്ടെ ജനങ്ങൾക്ക് ആപത്താണ്, UDFന് ആപത്താണ്, മുസ്ലിം ലീഗിന് ആപത്താണ്.